രാവിലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഈ ചെടികളൊക്കെ ഇങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലുണ്ടായൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ വെള്ളം നനഞ്ഞ് കാണാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോഴേക്കും വീണ്ടും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ചായ് മാനസ. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ചായ് മാനസ എന്ന് പറയുന്നത്. എൻ്റെ ഈ ആസ്വാദനത്തിൻ്റെ ലെവൽ കണ്ടിട്ട് എൻ്റെ അമ്മ എന്നെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. വന്ന പനി മാറി പോകാത്തതുകൊണ്ട് തന്നെ ഇനി അത് കൂട്ടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അമ്മ ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞാൻ വേഗം വന്നിട്ട് ഉപ്പുമാവൊക്കെ കഴിച്ചു. ഇനി എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ദേ ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും കൊടുക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ ഫേസൊക്കെ കണ്ട എനിക്ക് ഉപ്പുമാവ് കൊണ്ട് ഫേഷ്യൽ ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ അത്. ആ സമയത്തേ ചെറുതായിട്ടൊന്ന് ഇടിവെട്ടിയായിരുന്നു. അപ്പോൾ എന്നെ ഉപദേശിക്കുകയാണ് എൻ്റെ മോള്, ഇടിവെട്ടുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മോള്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പഴുത്ത മാങ്ങ ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടിയിട്ട് നമ്മുടെ ശർക്കര പാനിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പരിപാടി കണ്ടത്. ഉടനെ തന്നെ ഞാനും അത് ഉണ്ടാക്കി നോക്കി. അത് ഫസ്റ്റ് തന്നെ അത് തട്ടിപ്പോയതാണ് അടുപ്പിൻ്റെ ഇരുവശത്തും കാണുന്നത്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ക്ഷമയില്ല. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെക്കേഷന് ഞാൻ പച്ചമഞ്ഞൾ തേച്ച് കുളിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുളിക്കുന്ന വീഡിയോ അല്ല, പച്ചമഞ്ഞൾ പറിച്ച് ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവമില്ലേ അത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വെക്കേഷനായിട്ട് നീ കുളിച്ചില്ലേ. തലയിൽ ഞാൻ യൂസ് ചെയ്തത് ധാത്രിയുടെ ഹെയർ ഓയിൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു മണം. പിന്നെ ഫേസിലൊക്കെ നമ്മുടെ സാധാ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചത് കേട്ടോ. അപ്പോഴേക്കും വേവിച്ച് വെച്ച ഈ മാങ്ങയില്ലേ അതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ ശർക്കരയുടെ മണ്ണടിച്ചിട്ടാണ് കേട്ടോ ഈച്ച ഇങ്ങനെ പാറി പാറി നടക്കണത്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മുളകിൻ്റെ ചെറിയ എരിവും പിന്നെ ശർക്കരയുടെ ടേസ്റ്റൊക്കെ കൂടി ഉപ്പും കൂടി ചേർന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ ഞാനിത് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചു. ഞാൻ ഒരു മാങ്ങ ഉണ്ടാക്കി നോക്കിയുള്ളൂ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലോപ്പായി കഴിഞ്ഞാൽ എല്ലാ മാങ്ങ കൂടി വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് ആർക്കും കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് കഴിച്ചു. പിന്നെ ലേശം ചോറുണ്ടു, ഇന്നലത്തെ ചെമ്മീൻ കറിയും പിന്നെ അമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തിരി ചോറെടുത്ത് കഴിച്ചത്. പിന്നെ അതേ വൈകിട്ടായപ്പോൾ ആമിക്ക് ആമിയുടെ ഫ്രണ്ട്സിനെ കാണണമെന്നുണ്ട് റോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പാടി. ഇവിടെ എല്ലാവരും ഈ സമയത്ത് ഒത്തുകൂടാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ സമയത്ത്. ഇനി നമുക്ക് കുറച്ച് നുണക്കഥകൾ കേൾക്കാട്ടോ. എന്നിട്ടേ ആ കുട്ടിക്ക് ഒരു മിഠായി തരാന്ന് പറഞ്ഞു ആ കുപ്പിപ്പാട്ട. എന്നിട്ടേ അതിന്റെ കൈ കൊണ്ടുപോവാണ് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് അത് കാരണം അമ്മേനെ വിളിക്കാണ്. അയ്യോ അമ്മേ. എന്നിട്ട് ആ കുട്ടിയിലെ കുറഞ്ഞിട്ടു എന്നിട്ട് അത് വിട്ടൊക്കെ പോയി